सर सी.वी. रामन। कावेरी जनूबी हिंदुस्तान का मशहूर दरिया है। उस दरिया के किनारे एक कस्बा तिरुचिरापल्ली है। चंद्रशेखर वेंकट रामन 7 नवंबर 1988 ईस्वी को उसी कस्बे में पैदा हुए। उनके वालिद चंद्रशेखर अय्यर एक स्कूल में साइंस और हिसाब के उस्ताद थे। मां पार्वती अम्मल भी पढ़ी लिखी खातून थी। घरेलू माहौल का असर वेंकट रामन पर भी पड़ा। घरेलू माहौल का असर वेंकट रामन पर भी पड़ा। वो बचपन से ही बड़े मेहनती और ज़हीन थे, जिसका नतीजा था कि वो हर जमात में अव्वल आए। അപ്പോൾ നിങ്ങൾ ഇത് വായിക്കാൻ ആദ്യം ഉഷാറായി പഠിക്കുക കേട്ടോ. ഇനി നോക്കി, സർ सी.वी. രാമനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. അദ്ദേഹം ആരാണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, എത്രത്തോളം അദ്ദേഹം കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ. അപ്പോൾ കാവേരി എന്നുള്ളത് ജനൂബി എന്ന് പറഞ്ഞാൽ തെക്ക്, ഹിന്ദുസ്ഥാൻ്റെ തെക്ക് ഭാഗത്തുള്ള വളരെ അറിയപ്പെട്ടിട്ടുള്ള ഒരു നദിയാണ് കാവേരി. ഇസ് ദറിയ കെ കിനാരെ, ഈ നദിയുടെ കരയിൽ ഏക്ക് കസ്ബ, ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ജില്ല, തിരുച്ചിറപ്പള്ളി, ഒരു ഗ്രാമമാണ് തിരുച്ചിറപ്പള്ളി എന്നുള്ളത്. തൃഷ്ണാപ്പള്ളി, തിരുച്ചിറപ്പള്ളി എന്നൊക്കെ പല വാക്കിൽ, പിന്നെ തൃശ്ശി, തൃച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു നാടാണ് തിരുച്ചിറപ്പള്ളി എന്നൊക്കെ പറയും. ചന്ദ്രശേഖർ വെങ്കിട്ട് രാമൻ 7 नवंबर 1988 ईस्वी को उसे कस्बे में पैदा हुए. ചന്ദ്രശേഖർ വെങ്കിട്ട് രാമന് നവംബർ 7, 1888, എന്താ വയ്ക്കുക, 1988 ഈസവി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രിസ്തുവർഷത്തിന് ഉസി കസ്ബെ മേ, അതേ സ്ഥലത്ത് അതേ ജില്ലയിൽ പൈദാ ഹുയെ, ജനിച്ചു. ഉൻകെ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ചന്ദ്രശേഖർ അയ്യർ ഏക് സ്കൂൾ മേ, ഒരു സ്കൂളിൽ സയൻസ് അവർ ഹിസാബ് കെ, കണക്കിൻ്റെ ഉസ്താദ് थे, ടീച്ചറായിരുന്നു. അമ്മ പാർവതി അമ്മൾ, അമ്മയുടെ പേരാണ് പാർവതി അമ്മൾ. ഭി, അവരും പഠിച്ച, ലിഖി, എഴുതാൻ അറിയുന്ന ഖാത്തൂൻ ഥി. ഖാത്തൂൻ എന്ന് പറഞ്ഞാൽ ബീഗം എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു വളരെ എന്താണ് സ്ത്രീകൾ ബഹുമാനമുള്ള, ഇസ്സത്തൊക്കെ ഉള്ളൊരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ ഖാത്തൂൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പറയുന്ന വാക്കാണ്. എല്ലാവരും ചില നാട്ടിലുകളിൽ പോയാൽ അവരുടെ എല്ലാ പെണ്ണുങ്ങളുടെയും എന്താണ് പേരിൻ്റെ ബാക്കിലുണ്ടാവും ഖാത്തൂൻ. അപ്പോൾ മഹദി എന്നൊക്കെ ഉള്ള ഒരർത്ഥം തന്നെയാണ്. ഘരേലു മാഹൗൽ, ഘരേലു പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട, അതായത് ഗ്രഹത്തിലുള്ള അവരുടെ ചുറ്റുപാട്. അപ്പോൾ വീടിൻ്റെ ചുറ്റുപാട്, അത് അസർ, അതിൻ്റെ അസർ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താണ് പ്രതിഫലനം, അത് വെങ്കിട്ട് രാമൻ പെർ ബി പട, അതിൻ്റെ പ്രതിഫലനം വെങ്കിട്ട് രാമൻ്റെ മേലും സംഭവിച്ചു. ഓ ബച്പൻ സേ ഹി, അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ ബഡേ മെഹിനത്തി അവർ സഹീൻ തേ, കുട്ടിക്കാലത്ത് തന്നെ നല്ല അധ്വാനിക്കുന്നവനും അതുപോലെ തന്നെ ബുദ്ധിമാനുമായിരുന്നു. ജിസ്കാ നത്തീജ, അതിൻ്റെ പ്രതിഫലമായിട്ട്, അതിൻ്റെ റിസൾട്ട്, നത്തീജ അതിൻ്റെ റിസൾട്ട് ആയിരുന്നു കെ വോ ഹർ ജമാഅത്ത് മേ അവൽ ആയി, അദ്ദേഹം എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായി. ബച്പൻ ഹി സേ സയൻസ് മേ, ഞാൻ അത് ആദ്യം വായിക്കാൻ നോക്കിട്ടോ. बचपन ही से साइंस में रमन की गहरी दिलचस्पी थी. वो काम करने से कभी न उकताते थे. सुबह सवेरे उठना और कुछ देर टहलना उनकी आदत में शामिल था. वो एक अच्छे उस्ताद भी थे. अपने तौलिब इल्मों का बहुत ख्याल रखते थे. वो इनकी हर मुश्किल को दूर करने की कोशिश करते थे. वो अपनी धूम के पक्के और वक्त के पाबंद थे.
അപ്പോൾ ഈ 2 പാരഗ്രാഫുകൾ വായിക്കാനും ഒന്നാമത്തെ പാരഗ്രാഫ് അർത്ഥം വെച്ചിട്ടും പഠിച്ചു വരണം. വളരെ കുറച്ചെടുക്കണുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.